എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ 2026 മെയ് 1-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളെ സംസ്ഥാനത്ത് മെയ് ദിനം പൊതു അവധിയാണ്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ചുള്ള അവധിയാണ്. സർക്കാർ ഓഫീസുകൾക്കും ബാങ്കുകൾക്കും റേഷൻ കട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ആദ്യം റേഷന്റെ കാര്യമാണ്. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം മെയ് 5-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. നേരത്തെ 2 മാസത്തെ റേഷൻ ഏപ്രിൽ 4 മുതൽ ആരംഭിച്ചിരുന്നു. ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും റേഷനാണ് അങ്ങനെ ആരംഭിച്ചിരുന്നത്. അന്ന് പറഞ്ഞിരുന്നത് മെയ് 30 വരെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകും എന്നാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തെ റേഷൻ മെയ് 5-ന് അവസാനിക്കും എന്നാണ്. മെയ് 1-ാം തീയതി ലോക തൊഴിലാളി ദിനം ആയതുകൊണ്ട് തന്നെ റേഷൻ കട അവധിയായിരിക്കും. പിന്നീട് ശനിയാഴ്ചയും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ മെയ് മാസത്തെ റേഷനും വാങ്ങാൻ സാധിക്കുന്നത് തന്നെയാണ്. 5-ാം തീയതി വരെ 2 മാസത്തേത് ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. മെയ് 6-ാം തീയതി മെയ് മാസത്തെ ആദ്യ പ്രവൃത്തി ദിവസം എന്നുള്ള നിലക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം മെയ് 7-ാം തീയതി മുതൽ പിന്നെ 1 മാസത്തെ റേഷൻ, അതായത് മെയ് മാസത്തെ റേഷൻ മാത്രമാണ് ലഭിക്കുക. മെയ് 30-ാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ മാത്രം വാങ്ങാൻ കഴിയുന്നതാണ്. മെയ് 2-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 2 മാസത്തെ റേഷൻ, അതായത് ഏപ്രിൽ മാസത്തേതും മെയ് മാസത്തേതും വാങ്ങാം. അത് കഴിഞ്ഞാൽ 6-ാം തീയതി റേഷൻ കട അവധിയാണ്. 7-ാം തീയതി മുതൽ പിന്നെ മെയ് മാസത്തെ റേഷൻ മാത്രമായിരിക്കും ലഭിക്കുക എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തെ റേഷൻ വാങ്ങാത്തവർക്ക് മാത്രമായിരിക്കും മെയ് മാസം റേഷൻ ലഭിക്കുക. അല്ലാത്തവർക്ക് കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസം റേഷൻ വാങ്ങിയിട്ടുള്ള 2 മാസത്തേത് വാങ്ങിയിട്ടുള്ളവർക്ക് മെയ് മാസത്തിൽ റേഷൻ ലഭിക്കുന്നതല്ല. ഇനി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് മെയ് മാസം മുതൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ബുക്കിംഗ് രീതിയിൽ മാറ്റം വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. പാചകവാതകം ഉപയോഗിക്കുന്ന ആളുകൾക്ക് 2026 മെയ് 1 മുതൽ അടിമുടി മാറ്റങ്ങൾ വരികയാണ് എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പാചകവാതക പ്രതിസന്ധിക്ക് പിന്നാലെ ഗ്യാസ് ബുക്കിങ്ങിലും അടിമുടി മാറ്റമാണ് വരുന്നത്. മെയ് 1 മുതൽ രാജ്യത്തെ LPG ഉപഭോക്താക്കൾക്കായി പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. സിലിണ്ടർ ബുക്കിംഗ്, ഡെലിവറി രീതികൾ, വിലനിർണ്ണയം എന്നിവയിൽ വലിയ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ആഗോള വിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വം കണക്കിലെടുത്ത് എണ്ണ കമ്പനികൾ വിതരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. ഇന്ത്യൻ ഗ്യാസിന്റെ ഇന്ത്യൻ ഓയിൽ, ഭാരത് ഗ്യാസിന്റെ BPCL, HP ഗ്യാസിന്റെ HPCL എന്നിവയും പുതിയ ഡെലിവറി ബുക്കിംഗ് നിയമങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ബുക്കിംഗ് ഇടവേളകളിൽ മാറ്റം ഉണ്ടായേക്കാം. പുതിയ പരിഷ്കാരം അനുസരിച്ച് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ നിലവിൽ ഓരോ ബുക്കിങ്ങിനും 25 ദിവസം കാത്തിരിക്കണം. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 2 സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് 1 സിലിണ്ടർ വാങ്ങി അടുത്ത ബുക്ക് ചെയ്യാൻ 35 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ മാറ്റമായി വരുന്നത്. മറ്റൊന്ന്, OTP അധിഷ്ഠിത ഡെലിവറിയാണ് വരാൻ പോകുന്നത്. സിലിണ്ടർ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാൻ ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് DAC അഥവാ OTP സംവിധാനം മെയ് 1 മുതൽ കൂടുതൽ കർശനമാക്കും. നിലവിൽ ഇത് ഉണ്ട് എങ്കിലും കർശനമല്ല. ഗ്യാസ് എത്തുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന OTP നൽകിയാൽ മാത്രമേ ഇനി സിലിണ്ടറുകൾ ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് EKYC ആണ്. EKYC നിർബന്ധമാക്കും. മെയ് മാസം മുതൽ ആധാർ അധിഷ്ഠിത EKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ബുക്കിങ്ങിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സബ്സിഡി മുടങ്ങാതിരിക്കാൻ ഇത് വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് KYC ചെയ്യാത്തത് മൂലം മാർച്ചിന് ശേഷം സബ്സിഡി മുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം PNGയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കായി LPG സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് PNG ഉപയോഗിക്കുന്നതിലേക്ക് മാറണം എന്നുള്ളതാണ് സർക്കാരിന്റെ അറിയിപ്പ്.
PNG ലഭ്യമായ ഇടങ്ങളിൽ 3 മാസത്തിനകം മാറുന്നതിന് വേണ്ടി LPG ഗുണഭോക്താക്കൾക്ക് നോട്ടീസുകൾ അയക്കുകയോ അല്ലെങ്കിൽ ഫോണിലൂടെ സന്ദേശമായി അറിയിക്കുകയോ ചെയ്യും. ഈ അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനകം PNGയിലേക്ക് മാറേണ്ടി വരും. PNG കണക്ഷൻ എടുത്താൽ 2 ആഴ്ചക്കകം LPG കണക്ഷനുകൾ സറണ്ടർ ചെയ്യുകയും വേണം. കൂടാതെ നിലവിൽ പൈപ്പ് ലൈൻ ഗ്യാസ് എടുത്തിട്ടുള്ള ആളുകളും 2 ആഴ്ചക്കകം തന്നെ LPG ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് സറണ്ടർ ചെയ്യണം എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡയറക്ടറും ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് പുതിയ LPG കണക്ഷനുകൾക്കായി അപേക്ഷിക്കാനും കഴിയില്ല. മാർച്ച് അവസാന വാരത്തിൽ പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകളാണുള്ളത്. LPGയേക്കാൾ 40% വരെ ചിലവ് കുറവാണ് PNGക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ 14 കിലോഗ്രാം ഗ്യാസിന് 1000 രൂപയോളം നൽകേണ്ടി വരുന്നത് 700-ന് താഴെയായി വരും. മാത്രമല്ല സിലിണ്ടർ ഗ്യാസിനേക്കാൾ PNG ഗ്യാസ് അപകടരഹിതമാണ്. ഗ്യാസ് തീർന്നു പോകുമോ എന്ന ഭയം വേണ്ട. ബുക്കിംഗ് ചെയ്ത് സിലിണ്ടറിന് കാത്തിരിക്കുകയും വേണ്ട. ഒരു പ്രദേശത്ത് PNG സൗകര്യം ലഭ്യമായിട്ടും ആ വീട്ടുകാർ അതിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ 3 മാസത്തിന് ശേഷം അവർക്കുള്ള LPG വിതരണം പൂർണ്ണമായും നിർത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2026 മാർച്ച് മുതൽ ഏകദേശം 5.45 PNG കണക്ഷനുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. 2.62 ലക്ഷം കണക്ഷനുകൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ കൂടുതൽ തയ്യാറായതോടെ ആകെ കണക്ഷനുകളുടെ എണ്ണം 8.01 ലക്ഷമായി ഉയർന്നു. ഏകദേശം 6,14,000 പുതിയ ഗുണഭോക്താക്കൾ കണക്ഷനുകൾക്കായി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികൾക്കിടയിലും ഗാർഹിക LPG, ഗാർഹിക PNG, ഗതാഗത മേഖലയിലേക്കുള്ള CNG എന്നിവയുടെ 100% വിതരണവും ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കി. വാണിജ്യ മേഖലയിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഫാർമ, സ്റ്റീൽ, ഓട്ടോമൊബൈൽസ്, കൃഷി തുടങ്ങിയ മേഖലകൾക്കും മുൻഗണന നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നും കൂടാതെ അതിഥി തൊഴിലാളികൾക്കുള്ള 5 കിലോ സിലിണ്ടറുകളുടെ വിതരണം ഇരട്ടിയാക്കും എന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. LPG വിലയിൽ മെയ് 1-ാം തീയതി വർധനവുണ്ടാകും എന്നുള്ളതാണ് വിവരം. ഏപ്രിൽ 29-ഓടുകൂടി നിയമസഭാ ഇലക്ഷനുകൾ അവസാനിക്കുകയാണ്. ഇതിനുശേഷം പെട്രോൾ, ഡീസൽ, ഗ്യാസിൽ വില വർധനവുണ്ടാകും. സാധാരണഗതിയിൽ ഓരോ മാസവും ആദ്യത്തെ ദിവസം തന്നെയാണ് ഗാർഹിക പാചകവാതകത്തിന്റെയും വാണിജ്യ പാചകവാതകത്തിന്റെയും വില നിശ്ചയിക്കുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 196 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഫെബ്രുവരിയിൽ ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ മെയ് മാസത്തിൽ ഗാർഹിക സിലിണ്ടറിനും വർധനവ് ഉണ്ടായേക്കും എന്നുള്ള സൂചനകളുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അങ്ങനെ വിതരണം തുടങ്ങി 2 മാസം മാത്രം വിതരണം ചെയ്ത് വീണ്ടും 3-ാമത്തെ മാസം കുടിശ്ശികയായിരിക്കുകയാണ്. ഇന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സേവന പെൻഷൻ വിഭാഗത്തിൽ വിളിച്ചിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത് ഈ മാസം ഇതിന്റെ ഉത്തരവ് ഇതുവരെ വന്നില്ല. സർക്കാർ ഓർഡറുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ വിതരണം ചെയ്യാനാകില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരികയാണ്. ഭരണം നിലവിലുള്ള സർക്കാർ തുടരുമോ അതോ മറ്റൊരു സർക്കാർ വരുമോ എന്നൊക്കെ നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമായിരിക്കുമോ ഇനി വിതരണം ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് പറയാൻ അവകാശമില്ല എന്നാണ് അവിടെ നിന്നും ഉദ്യോഗസ്ഥ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിളിച്ച ഫോൺ കോൾ ഒന്ന് കേൾക്കുക. അപ്പോൾ ഹലോ, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ആണ്, പറയൂ. പിന്നെ നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസത്തെ ഇന്നുണ്ടാവോ? അതിന്റെ ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. ഈ മാസം കുടിശ്ശികയാവും അല്ലേ? കഴിഞ്ഞിട്ട് കൊടുക്കത്തുള്ളൂ. ഓർഡർ വന്നാലേ കൊടുക്കുള്ളൂ. സർക്കാർ പാറിന്റെ ശേഷം ഉണ്ടാവുള്ളൂ ആയിരിക്കും അല്ലേ? സാധ്യത അങ്ങനെയാകും. അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള അധികാരമില്ല. ഹോൾഡ് ചെയ്യണേ. വേറെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. ശരി. ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയായിരുന്നു 35 മുതൽ 60 വയസ്സ് വരെയുള്ള പാവപ്പെട്ട BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ. വിതരണം തുടങ്ങിയത് തന്നെ ഫെബ്രുവരി മാസത്തിലാണ്. നിയമസഭാ ഇലക്ഷന് മുമ്പ് വിതരണം തുടങ്ങി. നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യ വിതരണം തുടങ്ങി. പിന്നീട് മാർച്ച് മാസത്തിൽ ഒരു ഗഡു കൂടി വിതരണം ചെയ്തു. പക്ഷേ
അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഏപ്രിൽ മാസത്തേത് ലഭിക്കേണ്ടത്. അതിനുശേഷമുള്ള തുകയുടെ മാസം അവസാനിക്കുമ്പോഴും ഏപ്രിൽ മാസത്തെ തുക ഇല്ല എന്നുള്ളത് വളരെ സങ്കടമാണ്. ഒരുപാട് തവണ പല രേഖകളും ഉണ്ടാക്കാൻ ഒരു വെയിലത്ത് പോയി ക്യൂ നിന്നും അക്ഷയ കേന്ദ്രങ്ങളിൽ വരി നിന്നും നേടി എടുത്തിട്ടുള്ള അപേക്ഷ നൽകി ഈ ഒരു 1000 രൂപ പ്രതീക്ഷയോടുകൂടി വാങ്ങാൻ കാത്തിരിക്കുന്ന സ്ത്രീകൾക്ക് വലിയ കനത്ത തിരിച്ചടി തന്നെയാണ് സർക്കാരിന്റെ അവസാന നാളുകളിൽ നൽകുന്നത് എന്നാണ്. പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും എന്ന് പറഞ്ഞതാണ്. ഇനി പുതിയ സർക്കാർ, നിലവിലെ സർക്കാർ വന്നാലും മറ്റൊരു സർക്കാർ വന്നാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് അത് തുറന്നും ലഭിക്കുമോ എന്നുള്ളതും ആശങ്കയോടെ കാണേണ്ടതാണ്. കാരണം ഇത് പ്രഖ്യാപിച്ച് വിതരണം ചെയ്ത് തുടങ്ങിയ സർക്കാർ തന്നെ ഇത് നിർത്തലാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സൂചനകളായിട്ട് ലഭിക്കുന്നത്. 4 ദിവസം കൂടി കഴിഞ്ഞാൽ അത് നിർത്തലാക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 4 ദിവസം, അതായത് മെയ് 1-ാം തീയതി എന്തായാലും ലഭിക്കില്ല. 2, 3, 4 തീയതികളിൽ, 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ടാണ്. 2, 3 തീയതികളിൽ ഇത് ലഭിക്കുകയാണ് എങ്കിൽ അത് ഈ ഏപ്രിൽ മാസത്തേതും കുറച്ച് വൈകിയാണെങ്കിലും കിട്ടി എന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ദിവസങ്ങളിലും കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള വഞ്ചനയാണ് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ കാട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് വിതരണം തുടങ്ങി 3-ാമത്തെ മാസം തന്നെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.